അമേരിക്കൻ ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരായ ലോസ് ആഞ്ചൽസ് എഫ്സിയെ അവരുടെ മടയിൽ ചെന്ന് 3-1 തകർത്ത് ഇന്റർ മിയാമി MLS പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തി. മെസ്സി വന്നതിന് ശേഷം 11 മത്സരങ്ങളിലായി തോൽവി അറിയാതെ മുന്നേറുകയാണ് ഇന്റർ മിയാമി. അമേരിക്കൻ ഫുട്ബോളിലെ കരുത്തരായ ലോസ് ആഞ്ചൽസ് എഫ്സിയെ ആദ്യമായാണ് ഇന്റർ മിയാമി തോൽപ്പിക്കുന്നത്. 2 ഗോളുകൾക്ക് വഴിയൊരുക്കിയ മെസ്സി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. ഇന്റർ മിയാമിക്കായി ഫക്കുണ്ടോ ഫാരിയാസ്, ജോർഡി ആൽബ, ലിയനാർഡോ കമ്പാന എന്നിവരാണ് സ്കോർ ചെയ്തത്. ആൽബയുടെയും കമ്പാനയുടെയും ഗോളുകൾക്ക് അസിസ്റ്റ് നൽകിയത് മെസ്സിയായിരുന്നു. ലോസ് ആഞ്ചൽസ് എഫ്സിയുടെ ഏക ഗോൾ ഹോളിംഗ് ഷീൽഡ് നേടി. മത്സരത്തിന്റെ 14-ാം മിനിറ്റിൽ തന്നെ ലോസ് ആഞ്ചൽസ് എഫ്സിക്കെതിരെ ലീഡ് നേടാൻ മിയാമിക്ക് സാധിച്ചു. പുതുതായി ടീമിലെത്തിയ യുവതാരം ഫക്കുണ്ടോ ഫാരിയാസ് ആയിരുന്നു ഇന്റർ മിയാമിക്ക് ലീഡ് സമ്മാനിച്ചത്. 2-ാം പകുതിയുടെ തുടക്കത്തിൽ ഇന്റർ മിയാമി ലീഡ് വർദ്ധിപ്പിച്ചു. ബുസ്കറ്റ്സും മെസ്സിയും ആൽബിയും ചേർന്നായിരുന്നു ഗോൾ ഒരുക്കിയത്. 51-ാം മിനിറ്റിൽ മെസ്സിയുടെ പാസിൽ നിന്നായിരുന്നു ജോർഡി ആൽബ ലോസ് ആഞ്ചൽസിന്റെ വല രണ്ടാമതും കുലുക്കിയത്. 83-ാം മിനിറ്റിൽ ലിയനാർഡോ കമ്പാന മിയാമിയുടെ 3-ാം ഗോൾ നേടി. മൈതാനത്തിന്റെ പകുതിയിൽ നിന്ന് പന്തുമായി ഒറ്റയ്ക്ക് കുതിച്ച മെസ്സി ബോക്സിനുള്ളിൽ വെച്ച് ഗോളടിക്കാൻ പാകത്തിൽ കമ്പാനയ്ക്ക് പാസ് നൽകുകയായിരുന്നു. കമ്പാന അനായാസം പന്ത് വലയിലാക്കുകയും ചെയ്തു. മെസ്സിയുടെ ഇന്റർ മിയാമിക്കായുള്ള ആകെ അസിസ്റ്റുകളുടെ എണ്ണം ഇതോടെ 5ആയി. 90-ാം മിനിറ്റിൽ ഹോളിംഗ് ഷീൽഡിലൂടെ ലോസ് ഏഞ്ചൽസ് ഒരു ഗോൾ മടക്കിയെങ്കിലും വൈകിപ്പോയിരുന്നു. 11 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകൾ അർജന്റീനിയൻ സൂപ്പർ താരം നേടിയിട്ടുണ്ട്. 25 മത്സരങ്ങളിൽ നിന്ന് 25 പോയിന്റുമായി MLS-ൽ 14-ാം സ്ഥാനത്ത് തുടരുകയാണ് ഇന്റർ മിയാമി. കൂടുതൽ കാൽപന്ത് കളിയുടെ അപ്ഡേറ്റുകൾക്കായി ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കാതെയിരിക്കുക.